ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിച്ച് നോക്കാം. 12/11/24 ചൊവ്വാഴ്ച 23,842 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് കേവലം 20 പോയിന്റ് മൈനസിൽ മാത്രമായിരുന്നു. അതിന് തൊട്ട് താഴെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന നമ്മുടെ സപ്പോർട്ട് ലെവൽ 23,844, അത് ഇന്നലെ ക്ലോസ് ചെയ്ത ലെവൽ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് താഴെ 23,814 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ ബേസ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ എന്നായിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലിന് താഴെയാണ് പ്രൈസ് ഓപ്പൺ ആയത്. പതിവ് പോലെ ഒരു ലോ പെട്ടെന്ന് വന്നെങ്കിൽ പോലും ആ ലോ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം എന്ന് കരുതുന്നവരും ഉണ്ടാകാം. അത്തരത്തിൽ ഒരു 5 മിനിറ്റിന്റെ 2 ക്യാൻഡിലുകൾ അപ്പർ സൈഡിലേക്ക് വന്നെങ്കിൽ പോലും റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് ആദ്യമേ ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലോട്ട് പോലും കിടക്കാൻ കഴിയാതെ പെട്ടെന്ന് അടുത്ത ക്യാൻഡിൽ ഡൗൺ സൈഡ് അടിച്ചു വീണ്ടും അപ്പർ സൈഡിലോട്ട് വന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഇവിടെ നിന്നും ഒരു ബൈയിങ് എടുത്തവർക്ക് കൃത്യമായ ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ആയി. എന്നാൽ രണ്ടാമതും ഒരു ഡിക്ലൈൻ കിട്ടിയപ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി എടുത്തവർക്കും ഒരു അപ്പ് മൂവ് ലഭിച്ചു. ചെറിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ പ്രോഫിറ്റ് കൊണ്ട് സാധാരണഗതിയിൽ തൃപ്തരാകില്ല. ഡേയ്സ് ഹൈ പ്രതീക്ഷിച്ചേക്കാം. എന്നാൽ ഡേയ്സ് ഹൈ നൽകാതെ പ്രൈസ് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. നമുക്കറിയാം ഇന്നലെയെല്ലാം നല്ല സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു. ആ നിലയ്ക്ക് ഇന്നും നമ്മളൊരു സെല്ലിംഗ് കണ്ടിന്യൂവേഷൻ, സാധാരണ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ തരത്തിൽ ഒരു സെല്ലിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇവിടെ ലോ ആയി ഓപ്പണായി വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അതൊരു അപ്പ് മൂവ് തന്നു. പുട്ട് ഓപ്ഷൻ ഡിസ്കൗണ്ട് റേറ്റിൽ ലഭിച്ചു, എൻ്റർ ചെയ്തു. സ്റ്റോപ്പ് ലോസ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു റിജക്ഷൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയ ഒരാൾക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ടാർഗറ്റ് പ്രതീക്ഷിച്ച ആൾക്ക് വളരെ വേഗത്തിൽ കിട്ടി. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് അതിനെ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിം സെല്ലിംഗ് ട്രേഡ് വീണ്ടും കിട്ടി. ആ തരത്തിൽ സെൽ ഓൺ എവരി റൈസ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത ആർക്കും തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടി. ഇവിടെയാണ് ഇതൊരു നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടാണ്. ഇവിടെയാണ് കുറേ നേരം പ്രൈസ് ഒന്ന് റിവേഴ്സ് ചെയ്തു, പിന്നീട് നല്ല സമയം കൺസോൾഡേറ്റ് ചെയ്തു. എങ്കിലും സെല്ലേഴ്സ് ആധിപത്യം സ്ഥാപിച്ച് വീണ്ടും ആ സപ്പോർട്ടിന് താഴെ വന്ന് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്നും വീണ്ടും ആ ട്രേഡ് ലഭിക്കാതിരുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് എൻ്റർ ആവാനുള്ള ഒരു അവസരം തന്നുകൊണ്ട് വീണ്ടും ഒരു എൻട്രി ലഭിച്ചു. അവിടെ നിന്നും വീണ്ടും പുതിയ ലോ തരുമ്പോൾ തുടർന്ന് രേഖപ്പെടുത്തിയ സപ്പോർട്ടുകളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തു. പ്രധാന സപ്പോർട്ട് അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു റിവേഴ്സൽ നൽകി ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 370 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നു. നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്. ട്രേഡിംഗ് കൃത്യമായും അറിയാവുന്നവർക്ക്, ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായും നല്ല പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പലരും എനിക്ക് ഇന്നും പ്രോഫിറ്റ് P&L ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക് ഈ ലെവലുകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വളരെയധികം പേർ പറയാറുണ്ട്. ഇത്തരത്തിൽ പ്രയോജനപ്പെടുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ അത്രയധികം വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ അത് തുടങ്ങിയത് തന്നെ ഈ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന പ്രോഗ്രാം വെച്ചിട്ടാണ്. അതുതന്നെയാണ് ഇന്നും ഹൈലൈറ്റ്. ഓരോ ദിവസവും പുതിയ പുതിയ ജോയിനിങ് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന്, സഹകരണത്തിന് വളരെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ഇന്ന് ലഭിച്ച ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 23,547 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡേയ്സ് ലോ 23,509 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു റെസിസ്റ്റൻസ് ആയി 23,925 എന്ന ലെവലാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്, 23,748 എന്ന ലെവൽ. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം
വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഗ്രാജുവലി ഈ ലെവലുകൾ എല്ലാം ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ലെവലിന് മുകളിൽ കിടന്നാൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവയൊന്നും നാളെ വരാൻ പോകുന്നവയല്ല. എങ്കിലും ആ ലെവലുകൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 23,461 എന്ന ലെവലിന് താഴെ ക്ലോസ് ആവുകയാണ് വേണ്ടത്. അതിനാദ്യം ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. അങ്ങനെ നൽകിയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയാൽ പോലും ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരു കൺവിക്ഷൻ പിന്നെയും മാർക്കറ്റ് വീക്കാണ് എന്ന് തോന്നിക്കുന്നത് 23,461 എന്ന ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. ഇത്തരത്തിൽ സൂം ചെയ്ത് വെക്കുമ്പോൾ എല്ലാ ലെവലുകളും നിങ്ങൾക്ക് വ്യക്തമായി നോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താല്പര്യമുള്ളവർ ഇവ നോട്ട് ചെയ്യുക. 23,365 ഒരു പ്രധാന സപ്പോർട്ടായി പ്രതീക്ഷിക്കുന്നു. 23,335-30 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ 23,230 എന്ന ലെവലാണ് അടുത്ത പ്രധാന സപ്പോർട്ടായി കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയിലേക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ലെവലുകൾ. 50,088 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 50,755 തുടർന്ന് 51,139 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ കിട്ടണമെന്നുള്ളതാണ് ഒരു ഡയറക്ഷൻ തിരിയണമെങ്കിൽ. എന്നാൽ ഈ ലെവലിൽ ലഭിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ വാങ്ങാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തുടർന്ന് ഈ ലെവലുകൾ ലഭിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 49,769 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ ടാർഗറ്റ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് അല്പം ഡിസ്റ്റൻസ് ഉള്ളവ തന്നെയാണ്. 49,529, 48,908 എന്നിങ്ങനെയുള്ള പ്രധാന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റി അല്പം സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് ഇതിനിടയിലുള്ള ലെവലുകൾ അത്ര കണ്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. 77,677 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി ഇന്നത്തെ ഡേയ്സ് ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 78,828 എന്ന ലെവലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും
ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുന്നു എന്ന് വന്നാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് അപ്പർ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. 77,403 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് ഈ ലെവൽ 77,458 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താലും മതി. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 77,403 എന്നത് ഒരു പ്രധാന സപ്പോർട്ടാണ്. അതിനിടയിലുള്ളവ നിങ്ങൾ കാണാമെന്ന് കരുതുന്നു. തൊട്ട് താഴെയായി 77,069 ആണ് പിന്നീട് ഉള്ള ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 77,184, 76,950 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാനുകൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന, എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷം. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ആരെയും ഞാൻ യാതൊരു വിധത്തിലും പ്രേരിപ്പിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ ഉപയോഗിക്കുക എന്ന് മാത്രം. എന്നാൽ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ പ്രയോജനകരം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.